ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരിയു വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്താൻ വേണ്ടി പോവാണ്. അഹങ്കാരം ഉള്ളിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് സരിയു. അതിനുശേഷം അമ്പലത്തിൽ വെച്ചിട്ട് പറയുന്നതും കിരണിനെയും കരണിനെയും ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാരിയുണ്ട്, സരിയുണ്ട്, മനോഹറുണ്ട്, പിന്നെ കുഞ്ഞുണ്ട്. അതിനുശേഷം മനോഹരന്റെ മടി വെച്ചിട്ടാണ് കുഞ്ഞ് ചോറ് കൊടുക്കുന്നത്. അതിനുശേഷം ഷാരി കൊടുക്കാൻ പോകുമ്പോഴേക്കും വേഗം തന്നെ കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുവാണ്. താരാന്റിക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്, താരാന്റി കൊടുക്കുമെന്ന് പറയുമ്പോൾ സരിയു സമ്മതിക്കുന്നില്ല. ആ സമയത്ത് കിരണും കല്യാണിയും കൂടി മനോഹറിന്റെ നോട്ടം നോക്കുവാട്ടോ. മനോഹർ, അയ്യോ സരിയു മോളെ, നീ എന്തിനാ വാശി പിടിക്കുന്നത്? കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ട് എന്താ കുഴപ്പം? അവരൊരു കുഴപ്പവും ഇല്ല എന്ന് പറയാണ്. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? മനുവേട്ടൻ പറഞ്ഞോണ്ട് അനുസരിക്കാം എന്ന് പറയണം. അങ്ങനെ താരയെ മടിയിൽ വെച്ചിട്ട് ചോറൊക്കെ കൊടുക്കുന്നുണ്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ താര. അതേസമയം സരിയു ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും അഹങ്കാരം തന്നെയാണ്. എനിക്ക് ആരൊക്കെ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് എന്റെ മനുവേട്ടനുണ്ടല്ലോ, കോടീശ്വരനായ മനുവേട്ടനുണ്ടല്ലോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സരിയു സത്യങ്ങളൊക്കെ അറിയാൻ പോണത് നിമിഷങ്ങളാണ് ഇനി വരാൻ പോണത്. അപ്പോ നമ്മുടെ നിഷ ലൊക്കേഷന് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിഷ മാത്രമല്ല, നിഷയുടെ പിന്നാലെ ഒരുപാട് പെമ്പിള്ളേര് വരാൻ കിടക്കണേ ഉള്ളൂ. മനോഹരന്റെ മുമ്പത്തെ കാമുകിയും അതുപോലെ തന്നെ ഇപ്പത്തെ ഭാര്യയും മുമ്പത്തെ ഭാര്യയും അങ്ങനെ പല പെണ്ണുങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ജുബാനയും ഡോണയൊക്കെ പിന്നെ ആ നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സത്യങ്ങളൊക്കെ തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ജുബാൻ ഉള്ളത് കൊണ്ടിട്ടാണ് ഡോണ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുപോലെ തന്നെ നിഷയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് സരിയു ഉള്ളതുകൊണ്ട് നിഷ സത്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഇനി സരിയു സത്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവര് 3 പേരും വന്ന് തന്നെ തീരണം. അങ്ങനെ നമ്മുടെ നിഷയും നിശ്ചയം അതുപോലെ ഡോണയും ജുബാനയും കൂടി സത്യങ്ങളൊക്കെ സരിയുവിനോട് പറയും കേട്ടോ. അല്ലെങ്കിൽ സരിയു അതൊന്നും വിശ്വസിക്കാൻ പോണില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഫോട്ടോ കാണിച്ചപ്പോഴും സരിയു പറയും ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന്. പക്ഷെ മനുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ മനു തന്നെ പറഞ്ഞാൽ മാത്രമേ സരിയു വിശ്വസിക്കുള്ളൂ. എല്ലാ പെണ്ണുങ്ങളും ശരിക്കും പേടിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ എന്തായാലും സരിയും സത്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. കാരണം സരിയുവിനെ തിരിച്ചടി കിട്ടാനുള്ളൂ. പ്രകാശിനെയും വിക്രത്തിനും അമ്മുമ്മക്കൊക്കെ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സരിയുവിന് അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. സ്വന്തം അമ്മ താരയാണെന്ന് അറിഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. എന്നാലും മനോഹർ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു കടമ്പ കടക്കാനുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. മനോഹർ ഒരു ഫ്രോഡ് ആണെന്നും ഒരു കല്യാണമാണെന്നൊക്കെ നമ്മുടെ സരിയു അറിയാൻ പോട്ടോ. അത് അറിഞ്ഞു കഴിയുമ്പോൾ സരിയു ആത്മഹത്യയുടെ വക്കിലെത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മറ്റുള്ളവരുടെ മുഖത്തിന് എങ്ങനെ നോക്കും? അത് തന്റെ ജീവിതം എന്തായി? തന്റെ അമ്മയാണെങ്കിൽ ഷാരിയല്ല, താരയാണ്. തന്റെ ഭർത്താവാണെങ്കിൽ ഫ്രോഡ്, അച്ഛനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് പോയി. സ്വത്തുക്കളുണ്ടോ, പണമുണ്ടോ, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സരിയു ഇട്ടാവട്ടത്ത് കിടന്ന് നട്ടം തിരണം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.